ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമുക്കേവർക്കും ആഗ്രഹമുള്ളതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ലക്ഷ്യമായ സ്വർഗം, ആ സ്വർഗത്തെ സംബന്ധിച്ച് നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു കൃത്യമായ ബോധ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് ആ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റെന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ കുടുംബമഹിമയോ നമ്മുടെ മറ്റെന്തെങ്കിലും അധികാരമോ മറ്റെന്തെങ്കിലും സ്വാധീനമോ, ഇതൊന്നും കൊണ്ടും നമ്മൾക്ക് ഈ സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു ബോധ്യമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദീനിലെ ഓരോ വിധിവിലക്കുകളും എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഈ ദുനിയാവ് എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്കാണ് സ്വർഗം, ഈ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നവർക്ക് നരകം. എങ്ങനെയാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടത്? അതിന് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏത് രൂപത്തിൽ ആകണം എന്ന് പഠിപ്പിച്ചു ആ രൂപത്തിലാവുക. അതിനാർക്കൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ള പരീക്ഷണം, ആ കൽപ്പനകൾ ആർക്കൊക്കെ പാലിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള പരീക്ഷണം, ആ വിധിവിലക്കുകൾ ആർക്കൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള പരീക്ഷണം. ഈ പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം. നമ്മൾ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ആളുകളായി ഓരോ ആളുകൾ മാറിത്തീരുന്നത് ഈ ഒരു പരീക്ഷണത്തിൽ ജയിക്കുന്നതിൻ്റെയും പരാജയപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു വിഷയം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇത് ആമുഖമായിട്ടുള്ള സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾക്ക് യോജിച്ചു വരാത്ത പല വിഷയങ്ങളും പല വിധിവിലക്കുകളും ദീനുൽ ഇസ്ലാമിൽ നമ്മൾ കണ്ടേക്കാം, നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയേക്കാം. അത് നമ്മുടെ നാട്ടുകാർക്ക് ആർക്കും പരിചയമില്ലാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരൊന്നും അതൊരു നല്ല കാര്യമായിട്ട് കണക്കാക്കാത്തൊരു കാര്യമായിരിക്കാം. എന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യവുമായിരിക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ദീനിൽ പഠിക്കുമ്പോൾ, അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദീനിൽ കണ്ടേക്കാം, കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ താല്പര്യങ്ങൾ, നാട്ടുകാരുടെ താല്പര്യങ്ങൾ, കൂട്ടുകാരുടെ ഇഷ്ടങ്ങൾ, കുടുംബക്കാരുടെ അവരുടെ ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട്, ഇതിനൊക്കെ രണ്ടാം സ്ഥാനത്ത് നിശ്ചയിച്ചുകൊണ്ട് ഏറ്റവും മുൻപിൽ എല്ലാത്തിനേക്കാളും പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് ആക്കുക എന്നുള്ളിടത്താണ് ഒരു മുസ്ലിം വിജയിക്കുന്നത്. അങ്ങനെ ആ ഒരു നിലപാടിലേക്ക് ഒരാളായിത്തീരുമ്പോഴാണ് അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാകുന്നത്. അതല്ലാതെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടാൻ, ജീവിച്ച് മരിക്കാൻ സാധിക്കുകയില്ല. എന്ന് വെച്ചാൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ഒരു വശത്തും,
നമ്മുടെ വീട്ടുകാർ, കുടുംബക്കാർ, കൂട്ടുകാർ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യം മറ്റൊരു ഭാഗത്തും വരുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഘട്ടമാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ നേരിടാനുള്ള ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളത് ഈ പരീക്ഷയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടവും ഒരു ഭാഗത്തും, ബാക്കിയുള്ള ആളുകളുടെ ഇഷ്ടമൊക്കെ മറ്റൊരു ഭാഗത്തും വരുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരു മുസ്ലിം ആരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ആരുടെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നു? ഉദാഹരണത്തിന് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ന് അവരുടെ താടി രോമങ്ങൾ അത് വെറുതെ വിടണം. ഇങ്ങനെ 6ഓളം വ്യത്യസ്ത ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണെന്ന്. താടി അതിനൊന്നും ചെയ്യരുത്, അതിൻ്റെ രൂപത്തിൽ അതിനെ വെറുതെ വിടണം, വളരാൻ അനുവദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം ഒരു മുസ്ലിം ഇത് ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവന് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ താടി വെട്ടാതിരിക്കുന്നതാണ്, ഷെയ്പ്പ് ചെയ്യാതിരിക്കുന്നതാണ്, വടിക്കാതിരിക്കുന്നതാണ്, ട്രിമ്മ് ചെയ്യാതിരിക്കുന്നതാണ് അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ഇത് ദീനാണെങ്കിൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഇത് ഖുർആനിലും ഹദീസുകളിലും പഠിപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അതേ ആദർശമാണെങ്കിൽ ഞാനിത് സ്വീകരിക്കും, ഞാനിത് പ്രവർത്തിക്കും, ഞാൻ ഈ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. അതെനിക്ക് എൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നാട്ടുകാർ അതിനെ കളിയാക്കിയാലും, കൂട്ടുകാരനെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഇത് പ്രവർത്തിക്കും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലാഹുവിനെ തൃപ്തിയാണ്. കാരണം ഞാൻ നാട്ടുകാരെല്ലാവരെയും തൃപ്തിപ്പെടുത്തി അല്ലാഹുവിനെ അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാവരും കൂടി എന്നെ എന്ത് ചെയ്യുക, നരകത്തെ രക്ഷപ്പെടുത്താൻ ഈ നാട്ടുകാർക്ക് കഴിയൂല. ലോകത്തുള്ള എല്ലാ ആളുകളും കൂടെ ഒരുമിച്ച് ചേർന്ന ശക്തിയായി ഒറ്റക്കെട്ടായി നമ്മുടെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചാലും അവർക്ക് സാധിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുത്തിയാലല്ലാതെ നമുക്ക് മറ്റൊരു രൂപത്തിലും നരകദർശനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഉപകാരപ്പെടാത്ത, നമ്മൾ അവരെ ഒരു തൃപ്തിയും ആഗ്രഹിക്കേണ്ട എന്നല്ല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്കും ഇഷ്ടത്തിനും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിനും തൃപ്തിക്കും എതിരാകുന്ന ഇഷ്ടങ്ങൾ അത് നാട്ടുകാർക്കുണ്ടാവും, കൂട്ടുകാർക്കുണ്ടാവും, കുടുംബക്കാർക്കുണ്ടാവും. ആ ഇഷ്ടങ്ങൾ നമ്മൾ പരിഗണിക്കാതിരിക്കാൻ എന്ന് തുടങ്ങുന്നുവോ അന്നാണ് നമ്മൾ ശരിക്കൊരു മുസ്ലിമായി തീരുന്നത്, നമ്മൾ അല്ലാഹുവിന്റെ അടിമയായി തീരുന്നത്. അപ്പോഴാണ് നമ്മൾ സ്വർഗത്തിന്റെ ഒരു അവകാശമായി തീരുന്നത്, അതിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നിശ്ചയിച്ച ആളായി തീരുന്നത്, അതിന്റെ അഹലായി തീരുന്നത് അപ്പോഴാണ്. ഇത് നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ആമുഖമായി ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു പറയാം, ഫലാ വറബ്ബിക, നിന്റെ റബ്ബാണേ സത്യം. അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്തിട്ട് പറയണത് ലാ യുമിനൂൻ, അവർ ഈമാനുള്ളവരാവുകയില്ല. ഏതുവരേക്കും? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നെ അവർ വിധികർത്താവായി നിശ്ചയിക്കണം. എന്ന് വെച്ചാൽ വീട്ടുകാർ ഇത് ചെയ്യണ്ടെന്ന് പറയണം, ഇവർക്കത് ചെയ്യാൻ തോന്നണം, അല്ലെങ്കിൽ നമ്മളോട് പറയണം ഇത് ചെയ്യരുതെന്ന് പറയണം, നമുക്കത് ചെയ്യാൻ തോന്നണം. അപ്പൊ എന്താ, അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പൊ നമ്മൾ എന്തിലേക്ക് മടക്കണം? ഈ വിധി ആരിലേക്ക് മടക്കണം? നമ്മുടെ കൂട്ടുകാരിലേക്കല്ല മടക്കേണ്ടത്, കുടുംബക്കാരിലേക്കല്ല മടക്കേണ്ടത്, നാട്ടുകാരിലേക്കല്ല മടക്കേണ്ടത്. ഈ വിധി, ഈ വിഷയത്തിൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കണം എന്ന് നമ്മൾ കൂടി ആലോചിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് ആരോടാണ്? ഏത്
ഏത് വിഷയത്തിലാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. അതിലേക്ക് മടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഏത് രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്തു? ഏത് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനിടയിൽ വിധി കൽപ്പിച്ചത്? ഇതിലേക്കാണ് മടക്കേണ്ടത്. എന്നിട്ടോ ആ വിധി പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? ആ വിധി എന്താണോ റസൂൽ നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ച വിധിയോട് മനസ്സിൽ യാതൊരു പ്രയാസം തോന്നാൻ പാടില്ല. മനസ്സിൽ ആ ഒരു കാര്യത്തോട് ഇപ്പൊ സ്ത്രീകളോട് മുഖം മറയ്ക്കാൻ കൽപ്പിച്ചു. അപ്പൊ ആണുങ്ങൾ മറക്കുന്നില്ലല്ലോ, സ്ത്രീകൾ എന്താ മറക്കുന്നത്? സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ ഇങ്ങനെ ഈ രൂപത്തിൽ മനസ്സിൽ പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അത് മുഅ്മിനിന്റെ അടയാളമല്ല. ഒരു ഹറജും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ഒരു വിധിയോടും. എന്ന് മാത്രമല്ല വയുസല്ലിമു തസ്ലീമ, ആ ഒരു വിധിയോട് കീഴ്വഴങ്ങണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, നടപ്പിലാക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ആകാത്തവർ മുഅ്മിനുകളല്ല, അവരുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെ. നമുക്കിടയിൽ ഉണ്ടാകുന്ന, നമ്മുടെ വീട്ടുകാർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ ഒക്കെ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ മടക്കേണ്ടത്, അതിൽ വിധി തേടി പോകേണ്ടത്, അതിൽ എന്താണ് ശരിയായ നിലപാടെന്ന് അന്വേഷിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളിലേക്ക്. ഒന്നാമത്തെ കാര്യം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന് അനുചരമാക്കി ഏത് രൂപത്തിലാണ് പഠിപ്പിച്ചെടുത്തത് എന്ന് അന്വേഷിച്ച്, എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഒരു വിധി അതിനെ മനസ്സിൽ യാതൊരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ അതിനെ ഇഷ്ടപ്പെടണം, തൃപ്തിപ്പെടണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഈ കാര്യങ്ങൾ, ഈ ക്വാളിറ്റികൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ് യഥാർത്ഥ ഈമാനുള്ള ആളുകൾ. ഇത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ കൽപ്പനകളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച എല്ലാ കൽപ്പനകളിലും നമുക്ക് ഈ ഒരു നിലപാടാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്ഥലമല്ല ഈ ദുനിയാവ്. നമ്മൾ മനസ്സിലാക്കാം, ഈ ദുനിയാവ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ നമുക്ക് ആഖിറത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ സാധിക്കില്ല. മരണമില്ലാത്ത, അറ്റമില്ലാത്ത ഒരു ജീവിതത്തിൽ കോടാനുകോടി വർഷങ്ങൾ ജീവിച്ചാലും വയസ്സാകാതെ, രോഗം വരാതെ, മരിക്കാതെ ജീവിക്കുന്ന ആ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കണം എങ്കിൽ ഈ ജീവിതത്തിൽ ഇന്നോ നാളെ തീർന്നു പോകുന്ന നിശ്ചലമായ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കണം. അല്ലാതെ കഴിയൂല. നമ്മുടെ ഇഷ്ടങ്ങൾക്കല്ല ഇവിടെ പ്രാധാന്യം. അല്ലാഹു പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാനല്ലാതെ ജിന്ന മനുഷ്യവർഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ചെയ്യാതിരിക്കുക, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുക, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് വിശ്വസിക്കാതിരിക്കുക, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പറയാം, അല്ലാഹു ഇഷ്ടപ്പെടാത്തത് പറയാതിരിക്കുക. എന്നുവെച്ചാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ അതിന്റെ മെയിൻ പോയിന്റ് എന്താ? നമ്മുടെ ഇഷ്ടം. നമ്മൾ ഇഷ്ടപ്പെടുന്നത് പറയാനും പറയാതിരിക്കാൻ ഇബാദത്താണോ? അല്ല. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം അല്ലാഹുവിന്റെ ഇഷ്ടമാണ് അവിടുത്തെ ക്രൈറ്റീരിയ, മാനദണ്ഡം. എന്നുവെച്ചാൽ നമുക്ക് ഈ ജീവിതത്തിൽ മുഴുവനും പരിഗണിക്കാനുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളല്ല. നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് പരിഗണിക്കാം എപ്പോൾ മാത്രം? അല്ലാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് എതിരാകാത്തിടത്തോളം മാത്രം. കൂട്ടുകാരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാം, നാട്ടുകാരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാം, കുടുംബക്കാരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാം. അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് എതിരാകാത്തിടത്തോളം മാത്രം. അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് എതിരാകുന്നുണ്ടെങ്കിൽ മറ്റാരുടെ ഇഷ്ടവും നമുക്ക് വേണ്ട. അങ്ങനെ തീരുമാനിക്കാൻ പറ്റണം. അങ്ങനെ തീരുമാനിക്കാത്ത, ആ ഒരു ആർജവം കാണിക്കാത്ത, ആ ഒരു ധൈര്യം കാണിക്കാത്ത ഒരാൾക്കും സ്വർഗം കിട്ടൂല. എത്ര ആളുകളുണ്ട് അല്ലാഹുവിന്റെ തൃപ്തിയേക്കാൾ ജനങ്ങളുടെ തൃപ്തിക്ക് മുൻതൂക്കം കൊടുത്തിട്ട് കാലാകാലം നരകത്തിൽ പ്രവേശിക്കേണ്ട ഗതികേടിലേക്ക്, ഏറ്റവും വലിയ ദൗർഭാഗ്യത്തിലേക്ക് എത്തിയ എത്രയോ ആളുകളുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ആര്?
അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ്. അദ്ദേഹത്തിന് അറിയാം എന്താണ് ഹഖ്. എൻ്റെ സഹോദരന്റെ മകനായി മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ആ മുഹമ്മദ് ക്ഷണിക്കുന്ന ദീന് അത് ശരിയായ ദീനാണ് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. എന്നിട്ടും അദ്ദേഹം അത് ഉച്ചരിക്കാതിരുന്നത്, പ്രഖ്യാപിക്കാതിരുന്നത്, അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായി? കാലാകാല നരകത്തിലാണ്. അബൂ ത്വാലിബ് ഒരു സെക്കൻഡ് പോലും, എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും നരകത്തിന് പുറത്ത് കിടക്കുന്നില്ല. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ തന്നെയാണ്. അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ സൃഷ്ടിയാണ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് പറയാൻ അല്ലാഹു അനുമതി കൊടുത്തിട്ട് പോലും അബൂ ത്വാലിബ് ഒരു സെക്കൻഡ് പോലും നരകത്തിന് പുറത്ത് കിടക്കുന്നില്ല. ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാലാകാല നരകത്തിൽ തന്നെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളുടെയും ലക്ഷ്യം ആളുകളെ തൃപ്തിപ്പെടുത്തലാവരുത്. നമ്മൾ അതിനോട് സൃഷ്ടിച്ചിട്ട് നമുക്കതൊരു സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പെരുമാറ്റങ്ങൾ കൊണ്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അതിനൊക്കെ പരമാവധി മാറ്റി ഓരോ ആളുകൾക്കനുസരിച്ച്, കൂട്ടുകാർക്കനുസരിച്ച്, കുടുംബക്കാർക്കനുസരിച്ച് മാറ്റി മാറ്റി എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് എല്ലാ പടപ്പുകളെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കൂല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നത് ജനങ്ങളുടെ തൃപ്തി അത് മുഴുവൻ കരസ്ഥമാക്കുക എന്നുള്ളത് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ലക്ഷ്യമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, നമ്മൾ അതിൻ്റെ പിറകെ നമുക്ക് കിട്ടാത്തത് പറ്റി പിറകെ പോകേണ്ടതില്ല. നമ്മുടെ ദുനിയാവ് അങ്ങനെ പാഴാക്കി കളയേണ്ടതില്ല. ദുനിയാവ് മാത്രമല്ല ആഖിറവും അതുകൊണ്ട് നമുക്ക് നഷ്ടമാകും. മറിച്ച് നമ്മൾക്ക് ആഖിറത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ, നമ്മൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട് മനസ്സിൽ അതെല്ലാം പ്രവർത്തിക്കാനും ചെയ്യാനും ഒരു തടസ്സവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തി. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ആരുടെ തൃപ്തിയും ഒഴിവാക്കും. ആരെ നമ്മൾ വെറുപ്പിച്ചാലും നമ്മളത് കാര്യമാക്കുപോലും. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയിട്ട് കുടുംബക്കാർക്ക് വെറുപ്പായ നമ്മളത് പരിഗണിക്കുന്നില്ല. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയിട്ട് നാട്ടുകാർ മുഴുവൻ നമുക്കെതിരായ നമ്മളത് പരിഗണിക്കുന്നില്ല. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയിട്ട് കൂട്ടുകാരൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ നമ്മൾക്ക് അതൊരു പ്രശ്നമേ ആകൂല. അങ്ങനെ ആകരുത്. ഈ ഒരു ആമുഖം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കണം. ഏതൊരു ദീനിന്റെ വിഷയങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തുമ്പോഴും സ്വഹാബത്ത് പ്രതികരിച്ചതുപോലെ അല്ലാതെ എന്ത് ചെയ്യും? നിങ്ങൾ പ്രതികരിക്കരുത്. സ്വഹാബത്ത് അങ്ങനെ പ്രതികരിച്ചത് കേട്ടു, അനുസരിച്ചു. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കൽപ്പനയാണ്, ഇതൊക്കെ നടക്കുമോ, എനിക്കിങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഇത് ഇന്നത്തെ കാലത്ത് നടക്കൂല തോന്നുന്ന വിധിവിലക്കുകളാണ് നിങ്ങൾ പറയുന്നത്, വിചാരിക്കുന്നതിന് ശ്രദ്ധിക്കുക. ഒരു സംഭവം, ചെറിയൊരു സംഭവമാണ്. നമ്മൾ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ പേജ് മുസ്ഹഫിൽ നോക്കിയാൽ നമുക്കൊക്കെ അറിയുന്ന 2 ആയത്തുകൾ അതിലുള്ള ഏറ്റവും അവസാനം ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി തുടങ്ങിയിട്ട് അവസാന സൂറത്ത് അവസാനിക്കുന്നവരുടെ ഭാഗമാണ്. ഈ 2 ആയത്തുകൾക്ക് തൊട്ട് മുകളിലായിട്ട് ഒരായത്തിൽ തൊട്ട് മുമ്പ് 2-ാമത്തെ ആയത്ത് മുകളിൽ എന്താണ് ആയത്ത്? ഇൻ തുഖ്ഫൂ മാ ഫീ അൻഫുസികും ഔ തുബ്ദൂഹു യുഹാസിബുകും ബിഹി. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെച്ചാലും അത് വെളിവാക്കിയാലും അതിനെപ്പറ്റി അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. എന്നുവെച്ചാൽ കൽബിൽ വരുന്ന ചിന്തകൾ, മനസ്സിൽ വരുന്ന മറ്റ് തോന്നലുകൾ, ഇതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും എന്ന ആയത്തിറക്കുകയാണ്. സ്വഹാബത്തിന് ഇത് വലിയ പ്രയാസമായി. കാരണം മനസ്സിൽ നമുക്കറിയാം നമ്മളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പലപ്പോഴും ശൈത്താൻ ഇട്ട് തരാറുണ്ട്. വികാരങ്ങൾ വിജയിക്കുമ്പോൾ വളരെ മോശപ്പെട്ട പല ചിന്തകളും
നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു പോകാറുണ്ട്. നമുക്ക് തന്നെ നമ്മളോട് സ്വയം ലജ്ജ തോന്നുന്ന തരത്തിൽ അത്രയും വൃത്തികെട്ട പല ചിന്തകളും നമ്മൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്ന സഹാബത്തിന് ഈ ആയത്തിറങ്ങിയപ്പോൾ അത് പ്രയാസമായി. സഹാബത്ത് വലിയൊരു നാട്ടിലൊരു വലിയ മുസീബത്ത് സംഭവിച്ചാൽ എങ്ങനെയാണോ എല്ലാ ആളുകളും ഒരുമിച്ച് ഇറങ്ങി പോവുക, അതേപോലെ സഹാബത്ത് ഒന്നടങ്കം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. മസ്ജിദിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് എല്ലാവരും. എന്നിട്ട് അവർ പറയണം, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മേൽ ഒരുപാട് വിധിവിലക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോരോ വിധിവിലക്കുകൾ എണ്ണി പറയണം. അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്, നടപ്പിൽ വരുത്താൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈ അവതരിപ്പിച്ച ഈ ആയത്ത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മേൽ നിയമമാക്കിയ നിയമം, ഇത് ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പാലിക്കാൻ സാധിക്കില്ല റസൂലേ എന്ന് സ്വഹാബത്ത് ഒന്നാണ് പറയാം. നമുക്ക് അറിയാൻ സാധിക്കുമോ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും ഒരു ഹറാമും കലരാതെ നോക്കാൻ? എനിക്കിത് സാധിക്കൂല. കാരണം മനസ്സിൽ ചിന്തകൾ വരിക എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ്, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ഇത്തരം പല ചിന്തകളും വലിയ മോശപ്പെട്ട ചിന്തകളായിരിക്കും. ഈ ചിന്തകൾ, അതിനെപ്പറ്റി വിചാരണ ചെയ്യപ്പെടേണ്ടി വരുന്ന രംഗം അതത്രയും അപകടം പിടിച്ചതാണ്. ഒരാളും നശിക്കാതെ എല്ലാവരും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താൻ അത് കാരണമായി തീരും എന്ന് സ്വഹാബത്ത് വിളിച്ചപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ എനിക്കത് പറ്റൂല, സാധിക്കൂല നിങ്ങൾ പറയരുത്. കുറച്ച് നിങ്ങൾ എന്തേ പറയാവോ? സമയന വാത്താന, കേട്ടു, ഞങ്ങളിത് അനുസരിക്കും. ഇങ്ങനെ പ്രതികരിക്കാവൂ ഓരോ കൽപ്പനകളോടും. അപ്പൊ അവർക്കത് ഒരിക്കലും സാധിക്കില്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അല്ലാഹുവാണ് കൽപ്പിക്കുന്നത്. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ പറയാവൂ. അവരതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് കീഴൊതുങ്ങി അങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുക. മനസ്സില്ല മനസ്സോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സമയന വാത്താന, സമയന വാത്താന എന്നവരങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അടുത്ത ആയത്തിറങ്ങുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മാ ഇക്തസബത്. ഒരു നഫ്സിനെയും അല്ലാഹു അതിനെ സാധിക്കാത്തൊരു കാര്യം കൊണ്ട് ഏൽപ്പിക്കുകയില്ല. എന്താണോ മനസ്സിൽ വന്നിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ അതിനെപ്പറ്റി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം അതെന്താവൂല, അതിന് വിചാരണ ഉണ്ടാവുകയില്ല എന്നുള്ള വിധി ഇറങ്ങുന്നത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നു നമ്മളെ ശരിയല്ല, ശൈത്താൻ ഇട്ട് തരുന്ന എന്ന് കണക്കാക്കി നമുക്ക് ബോധം വന്ന് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ചിന്തകൾക്ക് വിചാരണ ഉണ്ടാവൂല, അത് നമ്മുടെ പ്രവർത്തനമായി പരിഗണിക്കപ്പെടുകയില്ല. എന്നാൽ ആ ചിന്ത വന്ന് നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ കുറെ ആലോചിക്കാം, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വിചാരണ ചെയ്യപ്പെടും. അപ്പോഴേ അത് വിചാരണ ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ള വിധി പിന്നീട് അവതരിക്കുകയാണ്. ഈ സംഭവം ഞാനോട് പറയുന്നത് നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധിവിലക്കുകളാണ് നമുക്ക് തോന്നിയാലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? സ്വഹാബത്ത് സ്വീകരിച്ച നിലപാടല്ലാതെ മറ്റൊരു നിലപാട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനെ എതിർക്കുന്ന, വിമർശിക്കുന്ന, അതിലെ ഗുണങ്ങൾ എന്താണെന്ന് തർക്കത്തിന് വേണ്ടി എന്താ പറയാ തർക്കിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന, ചോദ്യം ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രവണതകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല.